പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ 15-ാം തീയതി മുതൽ കേരളത്തിലുള്ള ജനങ്ങൾ വലിയ ഒരു ആകാംക്ഷയിലാണ് എന്ന് നമുക്കറിയാം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാന്തോടിൽ ജോയി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ അപ്രത്യക്ഷനായപ്പോൾ അനുഭവിച്ച ഏതാണ്ട് അതേ മനോവ്യഥ തന്നെ കഴിഞ്ഞ 15-ാം തീയതി മുതൽ മലയാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ജോയി പോയത് അപ്രത്യക്ഷനുമായത് ബന്ധപ്പെട്ടിട്ടാണ് അന്ന് ആ മനോവ്യഥ അനുവദിച്ചതെങ്കിൽ ഇന്ന് അർജുൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു തടി ലോറിയുമായി കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്നു. ബാംഗ്ലൂരിൽ വെച്ച് ഷിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് അദ്ദേഹം ആ തടി ലോറിയിൽ രാത്രി ഉറങ്ങുന്ന സമയത്തൊരു വലിയ ഉരുൾപൊട്ടൽ, ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ ലോറി ഉൾപ്പെടെ പുഴയിലേക്ക് ഒലിച്ചു പോവുകയും ചെയ്ത സംഭവത്തിൽ കഴിഞ്ഞ 9 ദിവസക്കാലമായി തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് 9-ാം ദിവസമാണ്. ഒരുപക്ഷെ അപ്ലോഡ് ചെയ്യുന്നത് 10-ാം ദിവസമായിരിക്കും. എന്തായാലും 9-ാമത്തെ ദിവസമായിട്ടും ആ തിരച്ചിലിൽ നിന്ന് ഗുണപരമായിട്ടുള്ള ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. തിരച്ചിലിൽ ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ അർജുൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ അപ്രത്യക്ഷനായതിൽ മലയാളികൾക്കുള്ള മനോവ്യഥ, മലയാളികൾ അനുഭവിക്കുന്ന വിങ്ങൽ, മലയാളികൾ അനുഭവിക്കുന്ന ദുഃഖം, അത് വിറ്റ് കാശാക്കാൻ ഏറ്റവും സജീവമായി ഇറങ്ങിയിട്ടുള്ള ഒരാളെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് എൻ്റെ പ്രേക്ഷകരുമായി ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാമല്ലോ, ഇപ്പോൾ യൂട്യൂബിൻ്റെയും സോഷ്യൽ മീഡിയയുടെയൊക്കെ കാലഘട്ടമാണ്. യൂട്യൂബിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നമ്മളിതുപോലെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന് സാമാന്യം വരുമാനം ലഭിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് കാറ്റുള്ളപ്പോൾ തൂറ്റുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ അർജുൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അപ്രത്യക്ഷനായതും അതിനെ തുടർന്ന് അയാളെ കണ്ടുപിടിക്കാൻ നടത്തുന്ന ശ്രമങ്ങളും അയാളെ കണ്ടുപിടിക്കണമെന്ന് മലയാളികൾക്കുള്ള ആഗ്രഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന മനോവ്യഥയുമൊക്കെ ദുഃഖവുമൊക്കെ വിൽക്കാൻ വേണ്ടി, വിറ്റ് കാശാക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ ദൃശ്യമാധ്യമത്തിൽ ഏറെയും കുറഞ്ഞു നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനെക്കുറിച്ച് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. എനിക്ക് ആമുഖമായി ആ മാധ്യമപ്രവർത്തകനെക്കുറിച്ച് പറയാനുള്ളത്, അയാളുടെ പേര് പറയുന്നതിൽ എനിക്ക് മടിയില്ല. അയാളുടെ പേര് അരുൺ കുമാർ എന്നാണ്. റിപ്പോർട്ടർ TV-യിലെ ഏതോ ഉന്നത പദവിയിലിരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന് അവകാശപ്പെടുന്ന ഒരാളാണ് അരുൺ കുമാർ. അയാൾ മാധ്യമപ്രവർത്തകനല്ല, അയാളൊരു ശവപ്പെട്ടി കച്ചവടക്കാരനാണ് എന്ന് പറയാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. കാരണം ഈ ശവപ്പെട്ടി കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർ ആഗ്രഹിക്കുന്നത്? കൂടുതൽ ആളുകൾ മരിക്കണം, കൂടുതൽ ആളുകൾ മരിച്ചാലല്ലേ കൂടുതൽ ശവപ്പെട്ടികൾ വിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവരൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു തനി ശവപ്പെട്ടി കച്ചവടക്കാരൻ്റെ മനസ്സുമായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ അരുൺ കുമാർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അയാളൊരു മാധ്യമ പ്രവർത്തകൻ അല്ല എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാം. ഈ ഇയാൾ മാധ്യമപ്രവർത്തകനാണെന്നാണ് അവകാശപ്പെടുന്നത്. ഇതിനു മുമ്പും നമ്മൾ ഇയാളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. യുവജനോത്സവം വന്നപ്പോൾ യുവജനോത്സവത്തിൽ എന്തുകൊണ്ടാണ് സസ്യേതര നോൺ വെജിറ്റേറിയൻ ഫുഡ് വിതരണം ചെയ്യുന്നത് എന്നും പറഞ്ഞ് അയാൾ ഉണ്ടാക്കിയിട്ടുള്ള വിവാദമൊക്കെ നമുക്കറിയാം. അതിനകത്ത് അവസാനം അയാൾ സ്കൂട്ട് ചെയ്ത് പോയി. നവകേരള സദസ്സ് നടന്നപ്പോൾ ആ നവകേരള സദസ്സിനോടൊപ്പം യാത്ര ചെയ്ത ഏകപത്ര പ്രവർത്തകൻ, മാധ്യമപ്രവർത്തകൻ എന്ന് അവകാശപ്പെടുന്ന അയാൾ ഈ അരുൺ കുമാറായിരുന്നു. അപ്പോൾ അയാളെക്കുറിച്ചിട്ട് നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. അയാളുടെ ചാനലിനെ കുറിച്ചിട്ടും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അയാളുടെ ചാനലിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വനംകൊള്ള കേസിലെ പ്രതിയായിട്ടുള്ള ആൻഡോ അഗസ്റ്റിനാണെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അയാളുടെ ചാനലിൻ്റെ പണി എന്ന് പറയുന്നത് എതിരായിട്ടും അനുകൂലമായിട്ടും എതിരായിട്ടും പറയാൻ അവരുടെ ചാനലിൽ തന്നെ ഉന്നതരായിട്ടുള്ള മാധ്യമപ്രവർത്തകരുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ഇയാളാണ്, ഒന്ന് അരുൺകുമാർ. ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം വന്നു, ആ വിഷയത്തിൽ അരുൺകുമാർ ഇരിക്കും. അരുൺകുമാറിൻ്റെ ഇപ്പുറത്ത് സ്മൃതി പരുത്തിക്കാട് ഇരിക്കും. സ്മൃതി പരുത്തിക്കാടിൻ്റെ അപ്പുറത്ത് ഉണ്ണി ബാലകൃഷ്ണൻ ഇരിക്കും. ഉണ്ണി ബാലകൃഷ്ണൻ്റെ അപ്പുറത്ത് സുജയ പാർവതി ഇരിക്കും. 4 പേരും ആ ചാനലിലെ പ്രമുഖരായിട്ടുള്ള മാധ്യമപ്രവർത്തകരാണ്. അവർ 4 പേരും ഒരേ വിഷയത്തിൽ 4 നിലപാടുകൾ എടുക്കും. ഒരാൾ BJPക്ക് വേണ്ടി വാദിക്കുമെങ്കിൽ ഒരാൾ കോൺഗ്രസിന് വേണ്ടി വാദിക്കും, ഒരാൾ CPM-ന് വേണ്ടി വാദിക്കും, ഒരാൾ CPM-നെതിരായി വാദിക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ ഓരോന്നോരോന്ന് ഇങ്ങനെ വെട്ടി യൂട്യൂബിൽ ഇട്ട്
ആവശ്യം പോലെ വരുമാനം ഉണ്ടാക്കും. അങ്ങനത്തെ ഏറ്റവും അധാർമികമായിട്ടുള്ള പത്രപ്രവർത്തന രംഗത്ത് നമ്മൾ ഇതുവരെ കണ്ട് ശീലിക്കാത്ത പുതിയ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ വീഡിയോകൾ വേറെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഇപ്പം ചെയ്യുന്നത് എല്ലാ സാമാന്യ മര്യാദയുടെയും എല്ലാ ധാർമ്മികതയുടെയും എല്ലാ സീമകളും എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്ന ഈ പറഞ്ഞ പോലെ ചേറ്റത്തരം എന്ന് പറഞ്ഞാൽ അത് സംസ്കാര സമ്പന്നമാവില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഏതാണ്ട് അതിന് സമാനമായോ അതിന് മുകളിലുള്ളതുമായിട്ടുള്ള വൃത്തികെട്ട ഹീനമായിട്ടുള്ള പ്രവർത്തനമാണ് ഈ ചാനൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, അർജുൻ എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരന് അപ്രത്യക്ഷനായി, ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അയാളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ശ്രമങ്ങളെ വിൽപ്പനച്ചരക്കാക്കി മാറ്റുക, ആ ശ്രമങ്ങളെ പൊലിപ്പിച്ച് ജനങ്ങളുടെ ആകാംക്ഷ വർദ്ധിക്കുന്ന രീതിയിൽ വീഡിയോകളാക്കി മാറ്റി അതിലൂടെ പണമുണ്ടാക്കുക, അത്തരം വൃത്തികെട്ട ഹീനമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളാണ് ഈ അരുൺകുമാർ എന്നുള്ളത് കൊണ്ടാണ് ഈ അരുൺകുമാറിനെ ഒരു ശവപ്പെട്ടി കച്ചവടക്കാരനുമായി ഞാൻ താരതമ്യം ചെയ്തത്. ഈ അർജുനെ കിട്ടുന്നത് നീണ്ടുപോകണം, അർജുൻ മരിക്കണം എന്ന് അരുൺകുമാർ ആഗ്രഹിക്കുമെന്ന് ഞാൻ പറയില്ല. പക്ഷേ അർജുനെ ഒരു 10 ദിവസവും കൂടെ ഒരു 10 ദിവസവും കൂടെ അർജുനുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നയാൾ ഈ അരുൺകുമാർ ആയിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഓരോ ദിവസവും അയാൾക്ക് വീഡിയോകൾ ചെയ്ത് അതിനകത്ത് കൂടെ പണം ഉണ്ടാക്കാം. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു 2-3 ദിവസം ഇവർ ചെയ്ത വീഡിയോ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ ഏതാണ്ട് ഒരു 300-380ഓളം വീഡിയോകൾ ഈ അർജുനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ ചെയ്തിരിക്കുന്നു, അയാളുടെ ചാനൽ ചെയ്തിരിക്കുന്നു, പ്രധാനമായും അയാളുടെ നേതൃത്വത്തിൽ. ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 മണിക്കൂറിനുള്ളിൽ മാത്രം ഏതാണ്ട് ഒരു 23ഓളം വീഡിയോകൾ ചെയ്തിരിക്കുന്നു. 1 ഡേ ബിഫോർ ഞാൻ നോക്കുമ്പോൾ 42 വീഡിയോ ചെയ്തിരിക്കുന്നു. ഏതാണ്ട് 3-4 ദിവസം കൊണ്ട് ഏതാണ്ട് 350-400ഓളം വീഡിയോകൾ ചെയ്തിരിക്കുന്നു. ഇതെല്ലാം വ്യൂവർഷിപ്പ് കൂടുന്നതനുസരിച്ച് പണമായിട്ട് മാറുകയാണ് യൂട്യൂബിൽ നിന്ന്. അയാൾ ചെയ്യുന്ന വൃത്തികേടെന്താ? ഓരോ വീഡിയോയിൽ കൂടിയും ജനങ്ങളുടെ ആകാംക്ഷ വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ അയാൾ ചെയ്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അയാൾ ചെയ്ത ഒരു വീഡിയോയ്ക്ക് 7 ലക്ഷം വ്യൂവർഷിപ്പാണ് കിട്ടിയത്. അതിന് ഹെഡിങ് ഞാൻ നോക്കുകയായിരുന്നു, പുഴയിലേക്ക് പൊട്ടി വീണ ടവറിനടിയിൽ ലോറി ഉണ്ടാകുമോ? ഇതാണ് ഇയാളുടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പത്തെ ഒരു വീഡിയോയുടെ തലവാചകം. അതിന് 7 ലക്ഷം വ്യൂസാണ് അതിന് കിട്ടിയത്. അതിനോടടുപ്പിച്ച് തന്നെ 4,85,000 വ്യൂവർഷിപ്പ് കിട്ടിയ ഒരെണ്ണമുണ്ട്. അർജുനന് സംഭവിച്ചതെന്ത് എന്ന് അയാൾ പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. അയാൾ ഒരു ഗ്രാഫിക്സ് ഒക്കെ വെച്ചിട്ട് അങ്ങ് വിശദീകരിക്കുകയാണ്. ആ പാവപ്പെട്ട ജനം കാണുകയാണ് 4,85,000. പ്രതീക്ഷയേറുന്നു. അടുത്ത വീഡിയോ, ആ വീഡിയോയുടെ തലവാചകം എന്താണെന്നറിയാമോ? പ്രതീക്ഷ കൈവിടാതെ തിരച്ചിൽ, 2 ലക്ഷം വ്യൂസ്. ഇനി വേറൊരു വീഡിയോ ഞാൻ നോക്കിയപ്പോൾ അതിന് 3,37,000 വ്യൂസ് ഉണ്ട്. അതെന്താണ്? സാറ്റലൈറ്റ് ഇമേജ് നേവിക്ക്. അടുത്തത് 2,76,000 വ്യൂസ്, ഒരു ബോഡി കൂടി കിട്ടിയിട്ടുണ്ട്. 2,48,000 വ്യൂസ്. അടുത്തത് ഷിരൂരിൻ്റെ അന്നത്തെ കാഴ്ച എന്നെ ഭയപ്പെടുത്തി. ഇനി വേറൊരു വീഡിയോ ഉണ്ട്, അതിൻ്റെ ഹെഡിങ് എന്താണെന്നറിയാമോ? ബോഡിയുള്ള ഏരിയ ആണെങ്കിൽ നായ്ക്കൾക്ക് ചെറിയ സമയം മതി കണ്ടെത്താൻ. വേറൊരു വീഡിയോ 2,35,000 വ്യൂസ്. അത് മുക്കം സന്നദ്ധ സേന വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അർജുനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട കാഴ്ചക്കാരായിട്ട് മനുഷ്യരെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തെറ്റായ വിവരങ്ങൾ അവർക്ക് നൽകിക്കൊണ്ട് യൂട്യൂബിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വാരിയെടുക്കുകയാണ് ഈ അരുൺകുമാർ എന്ന് പറയുന്ന ഈ ശവപ്പെട്ടി കച്ചവടക്കാരൻ. അത്ര നീചമാണിത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെല്ലാവരും ഇയാളുടെ കള്ളവാർത്ത കാണുമ്പോൾ തെറ്റിദ്ധരിക്കുകയല്ലേ സുഹൃത്തുക്കളെ? അല്ല, ഉടനെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മളിത് കാണുന്നത്? പുഴയിലേക്ക് പൊട്ടി വീണ ടവറിനടിയിൽ ലോറി ഉണ്ടാകുമോ? ആലോചിച്ച് നോക്ക്. 7 ലക്ഷം പേരാണത് കാണുന്നത്. തെറ്റിദ്ധാരണജനകമല്ലേ അത് വാർത്ത? വേറൊരു വാർത്ത എന്താണെന്നറിയാമോ? പ്രദേശത്തെ സ്വാമിജിയെ അകത്തേക്ക് കടത്തി വിട്ടു, 2,32,000 വ്യൂസ്. ഒന്ന് ആലോചിച്ച് നോക്ക്. എത്ര നീചമായിട്ടുള്ള പ്രവർത്തനമാണ് ഇയാൾ ചെയ്യുന്നത്, എത്ര നീചമായിട്ടുള്ള പ്രവർത്തനം. ഈ അർജുനൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാളെ ജീവനോടെ അല്ലാതെയെങ്കിലും തിരിച്ചു കിട്ടുമോ എന്ന്, കഴിയുമെങ്കിൽ ജീവനോടെ തന്നെ തിരിച്ചു കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ച്
ആകാംക്ഷയോടുകൂടി ആശങ്കയോടുകൂടി കാത്തിരിക്കുന്ന കേരളത്തിലെ ലക്ഷക്കണക്കിന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവർക്ക് തെറ്റായ വിവരം നൽകിക്കൊണ്ട് ഈ അരുൺകുമാർ എന്ന് പറഞ്ഞ ശവപ്പെട്ടി കച്ചവടക്കാരൻ പണമുണ്ടാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നമ്മൾ തടയണ്ടേ സുഹൃത്തുക്കളെ? ഞാൻ പറയുന്നത്, എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രേക്ഷകർ അവരിവൻ്റെ ഈ കള്ളത്തരം തുറന്നു കാണിക്കുന്നതിൻ്റെ ഭാഗമായി ഈ അരുൺകുമാർ എന്ന് പറഞ്ഞ അയാളുടെ വീഡിയോകൾ കാണുന്നത് അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. അയാളൊരു വീഡിയോയിൽ പറയുകയാണ് അർജുനന് സംഭവിച്ചത് എന്ത്, അയാൾ ആരാണ്, അയാൾക്ക് എങ്ങനെ അറിയാം അർജുനൻ എന്താണ് സംഭവിച്ചതെന്ന്. ഗ്രാഫിക്സ് ഒക്കെ വെച്ച് അയാളങ്ങ് പറയുകയാണ്. അന്ന് പറയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്, ഈ ജനങ്ങളുടെ മനസ്സിലുള്ള മനോവേദ ആശങ്ക അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് അയാളൊരു മാധ്യമപ്രവർത്തകനാണോ? അതുകൊണ്ടാണ് അയാളെ ശവപ്പെട്ടി കച്ചവടക്കാരൻ എന്ന് ഞാൻ പറഞ്ഞത്. ഞാനത് നേരത്തെ പറഞ്ഞതുപോലെ അർജുനനെ കിട്ടുന്നത് കുറേ ദിവസങ്ങൾ കൂടി താമസിച്ചിട്ടാണെങ്കിൽ അയാൾക്ക് അത്രയും സന്തോഷമായിരിക്കും. കാരണം അതിനുള്ളിൽ അയാൾക്ക് ലക്ഷക്കണക്കിന് പണം യൂട്യൂബിൽ നിന്ന് വാരിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഇത്തരം കള്ള നാണയങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഒരർത്ഥത്തിൽ റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞ ചാനലിൽ നിന്ന് ഇതുപോലുള്ളവരെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. കാരണം മുട്ടിൽ മരം കൊള്ളയിലെ പ്രതിയാണ് അതിൻ്റെ ഉടമ. എന്തായാലും ഈ അരുൺകുമാർ എന്ന് പറഞ്ഞ ഇയാൾക്കൊരു അടി നമ്മൾ കൊടുക്കാൻ നമ്മൾ തീരുമാനിക്കണം. നമ്മൾ അയാളുടെ ഈ കള്ള വീഡിയോകൾ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് കാശുണ്ടാക്കാനുള്ള പണമുണ്ടാക്കാനുള്ള അയാളുടെ ശ്രമം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇയാളുടെ ഈ വീഡിയോകൾ കാണുന്നത് നമ്മൾ അവസാനിപ്പിക്കണം എന്നാണ് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.